ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു നന്ദനയോട് പറയാം, എൻ്റെ നന്ദനെ നീ ദേവി ചെയ്ത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കല്ലേ, നീ ഇവിടുന്ന് ദേവി ചെയ്തങ്ങ് പോകും, എൻ്റെ ഋതു ഇപ്പോൾ ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് സോൾവ് ആയിരിക്കുക. ഭയങ്കര ബുദ്ധിജീവിയാണ് രാജു. കാരണം അവന് നല്ലതുപോലെ അറിയാം ഈ നന്ദനെ അവൻ്റെ കുടുംബജീവിതം തകർക്കാനിരിക്കുവാണെന്ന്. അപ്പോൾ പിന്നെ അവൻ ഋതു ഇങ്ങോട്ട് വരും, ഞങ്ങളുടെ പ്രോബ്ലം എല്ലാം ഓൾമോസ്റ്റ് സോൾവ് ആകാൻ പോവാ എന്നൊക്കെ ഇവളോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇവള് പോവുമോ? അതുപോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പൊട്ടനായി പോയല്ലോ. നന്ദന മനസ്സിൽ പറയുന്നുണ്ട്, ആഹാ ഋതിക ഇങ്ങോട്ട് വരുന്നുണ്ടോ, ഇപ്പം ഞാൻ നിനക്ക് ശരിയാക്കി തരാടാ. അയ്യോ നമ്മൾ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ലേ എന്നും പറഞ്ഞ് നല്ല പിള്ള ചമഞ്ഞതാണ്ട നന്ദനെ അങ്ങ് പോവുക. രാജു പറയാം, ദൈവമേ എവിടെ ചെന്നാലും ഈ ശല്യം എൻ്റെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. ഈ സമയത്ത് ഋതിക വലിയ സന്തോഷത്തോടെ രാജുവിനെ കണ്ടിട്ട് രാജുവെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് രാജുവിൻ്റെ കൈക്ക് അങ്ങ് പിടിക്കുക. രാജുവിന് ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും ദിവസത്തെ ദേഷ്യമൊക്കെ മറന്ന് ഋതിക എന്നെ സ്നേഹിക്കുന്നല്ലോ. രാജുവിനോട് എനിക്കൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്, പറ ഋതു എന്നിങ്ങനെ പറഞ്ഞു തീരുന്നില്ല. അതിനു മുമ്പേ തന്നെ അവൾ ഒളിച്ചു മാറി നിന്നിരുന്ന നന്ദന രാജു എന്നിങ്ങനെ വിളിക്കുക. നന്ദനയുടെ ആ ശബ്ദം കേട്ട് പെട്ടെന്ന് ഋതിക തിരിഞ്ഞു നോക്കിയിട്ട് രാജുവിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് നന്ദന ഒരു ചിരിയോടങ്ങോട്ട് വന്നിട്ട് രാജുവിനോട് പറയാം, രാജു എന്തിനാ എന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അയ്യോ ഋതിയോട് ഉണ്ടായെന്നു ഞാൻ അറിഞ്ഞില്ല, ഞാൻ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി അല്ലേ? സാരമില്ല രാജു, ഞാൻ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. സങ്കടത്തോടെ നിൽക്കുന്ന ഋതിയോട് രാജു പറയാം, ഋതു ഇത് ചതിയാ, മനഃപൂർവ്വം ഇവള് നമ്മുടെ ലൈഫ് തകർക്കുന്നതാ. ഋതിക ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് പറയാം, മതി രാജു, എനിക്കെല്ലാം മനസ്സിലായി, ഇനി നിർത്തിക്കോ ഈ നാടകം കളി. ഋതു നീ തെറ്റിദ്ധരിക്കല്ലേ, ഇവള് കള്ളിയാ, ഇവള് കള്ളം പറയാ, ഞാൻ ഇവളെ വിളിച്ച് വരുത്തിയിട്ടില്ല. രാജു വേണ്ട, എന്നെ വെറുതെ കള്ളിയാക്കല്ലേ ഋതികയുടെ മുമ്പിൽ വെച്ച്. എൻ്റെ ഋതു ഇവള് പ്രതികാരം വീട്ടുക, ഇവളെ വിശ്വസിക്കരുത്. ഋതി അതൊന്നും വിശ്വസിക്കാതെ കരയോ, എനിക്ക് എല്ലാ അർത്ഥത്തിലും മനസ്സിലായി രാജു. ഋതിക കരഞ്ഞുകൊണ്ട് പോവാ. ഋതു പോവല്ലേ ഋതു, എൻ്റെ ഈ ഫോൺ എടുത്ത് നീ ഒന്ന് പരിശോധിച്ച് നോക്ക്, ഞാൻ ഇവളെ വിളിച്ചിട്ടുണ്ടെന്ന്. വേണ്ട, എനിക്ക് ഒരു ലിസ്റ്റും പരിശോധിക്കണ്ട, അതാണ് ഋതികയുടെ തെറ്റ്. ആ ഫോൺ വാങ്ങി ഋതിയെ ഒന്ന് പരിശോധിച്ചുകൂടായിരുന്നോ? ഋതികയ്ക്ക് ആ പ്രതാപൻ്റെ വൃത്തികെട്ട സ്വഭാവം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കെല്ലാം മതിയായെന്നും പറഞ്ഞിട്ട് ഋതിക കരഞ്ഞുകൊണ്ടോടുക. രാജു നന്ദനയെടുത്ത് ദേഷ്യത്തോടെ ചെന്നിട്ട് എന്താണ് നീ കാണിച്ചത് എന്നും പറഞ്ഞ് അവിടെ കർണത്തടിക്കാനായിട്ട് കൈപോക്കുമ്പോൾ പിന്നെ രാജു അത് വേണ്ടാന്ന് നോക്കുക. അവൾ സന്തോഷത്തോടെ പറയാം, രാജു എന്നെ തല്ലിക്കോ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ തല്ലി ഞാനൊരു പ്രണയത്തല്ലാട്ടെ കരുതത്തുള്ളൂ. പിന്നൊരു കാര്യം, പബ്ലിക്കിൻ്റെ മുന്നിൽ വിളിച്ച് പരസ്യമായിട്ട് എന്നെ തല്ലരുത്. അങ്ങനെ എന്നെ തല്ലിയാൽ താണ്ട് ഇതുപോലെ അനുഭവിക്കും. എടി, ആ ഒരു ചെറിയ തല്ലിന് നിന്നോട് ഞാൻ പലവട്ടം മാപ്പ് ചോദിച്ചതാണ്. അത് മാപ്പ് കൊണ്ട് തീരില്ല രാജു, എങ്ങനെ തീർക്കണമെന്ന് ഞാൻ പിറകെ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് നന്ദനെ അങ്ങ് പോവുക. രാജുവിന് ഇത് ആവശ്യമാണ്. കാരണം അവൻ ഇപ്പോഴും ഇതൊന്നും ആരോടും തുറന്നു പറയാതിരിക്കുക. ആ ദീപക്കിനോടോ അംബികയോടോ ആ വീട്ടിലുള്ള എല്ലാവരോടും അവൻ ഇതൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞുകൂടെ? പത്മയാണെങ്കിൽ പുറത്തോട്ടിറങ്ങിപ്പോയ ഋതികമോൾ ഇതുവരെ വന്നില്ലല്ലോ എന്നും വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുക. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ എന്താണ്ട സങ്കടത്തോടെ ഋതിക അങ്ങോട്ട് കയറി വരിക. എൻ്റെ മോള് വന്നോ? അമ്മേ, ഞാൻ അമ്മയുടെ മടിയിൽ കുറച്ചു നേരം ഒന്ന് കിടന്നോട്ടെ എന്നും പറഞ്ഞ് വിങ്ങി പൊട്ടുകയാണ് ഋതിക പത്മയുടെ മടിയിൽ കിടന്ന് ഡോക്ടർ ആ സന്തോഷ വാർത്ത പറഞ്ഞതും ആ സന്തോഷ വാർത്ത രാജുവിനെ അറിയിക്കാൻ ചെന്നപ്പോൾ നന്ദനെ അവിടെ വെച്ച് കണ്ടത് ഓർത്തിങ്ങനെ കരയുക. രാജു ദേഷ്യത്തോടെ ഇങ്ങനെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അവൻ്റെ പുറകിന് തന്നെ നന്ദന്, രാജു ഇങ്ങനെ പോവല്ലേ, സ്പീഡിൽ പോകാതെ രാജു എന്നും പറഞ്ഞ് രാജുവിനെ പിന്തുടർന്ന് അവൾ ഓടി വരിക. എടി, എല്ലാത്തിനും ഒരു ക്ഷമയുണ്ട്, എന്നെ കൊണ്ട് കടുങ്കയൊന്നും നീ ചെയ്യിപ്പിക്കരുത്. രാജു അവിടെ നിന്ന് നിൽക്കി എന്നും പറഞ്ഞ് പുറകിനോടി വരിക. ആ സമയത്ത് ദീപക് അങ്ങോട്ട് വന്നത് കാണുന്നുണ്ട്. ദീപക്കിൻ്റെ മനസ്സിലൊരു സംശയം. ദീപക് ദേഷ്യത്തോടെ അവരുടെ അടുത്തോട്ട് വന്നിട്ട്, ആ അത് ശരി, അപ്പം കാര്യങ്ങൾ ഇതുവരെ എത്തി, അപ്പോൾ എൻ്റെ സംശയങ്ങൾ ബലപ്പെട്ടു വരിക. അവൻ്റെ ആ അളിഞ്ഞ വർത്തമാനം കേൾക്കാൻ രാജുവിന് താല്പര്യമില്ല. രാജു അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ രാജുവിനെ അവിടെ തടഞ്ഞു നിർത്തുക. എന്താടാ നിനക്കും ഇവക്കും തമ്മിലുള്ള ബന്ധം? അതെന്താണെന്ന് നിനക്കറിയണം. ഇവൾ എൻ്റെ ആജന്മ ശത്രുവായ നിന്റെ ഭാര്യ. ആ ഒരു ബന്ധം മാത്രമേ ഇവളുമായിട്ട് എനിക്കുള്ളൂ. ഇവളെൻ്റെ ഭാര്യ ആയതുകൊണ്ടാണോടാ നീ ഇവളെ വളയ്ക്കാൻ നോക്കുന്നത്? വളയ്ക്കാനോ? എന്തൊരു മോശമല്ലോ അങ്ങേ ചേട്ടാ നീ പറയുന്നത്. വളയ്ക്കാൻ എന്താ സ്ത്രീ എന്താ ഇരുമ്പാണോ? എടാ, സ്ത്രീയും പുരുഷനും ഒരുപോലെ മനുഷ്യരാ, അവരവർക്ക് അവരോടേതായ വ്യക്തിത്വമുണ്ട്. അതറിയാവോടാ നിനക്ക്? ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ കീഴിൽ നിന്നാൽ മതി. അവൾ ഫെമിനിസ്റ്റ് ആകണ്ട. രാജു പറ, എടാ നീ പഴയകാല മാടമ്പിമാരുടെ അവശിഷ്ടമാണല്ലോ, നീ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, നീ എനിക്കിതിൻ്റെ ഉത്തരം തന്നിട്ട് പോയാൽ മതി. നീയും എൻ്റെ ഭാര്യയും തമ്മിൽ എന്താ ഇടപാടെന്ന് നന്ദനെ ഉടനെ കൊഞ്ചിക്കൊഴഞ്ഞോണ്ട് പറയാം. ദീപു, ആവശ്യമില്ലാതെ പറയല്ലേ, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നീ മിണ്ടിപ്പോകരുത്. ഇവൻ ഈ രാജു പറയട്ടെ, എന്താടാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ആ എനിക്കെന്തറിയാം, പിന്നെ നിങ്ങൾ രണ്ടോട് ഒരുമിച്ച് നടന്നു വന്നതോ?
എടാ അത് തികച്ചും യാദൃച്ഛികമാണ്. പുറത്തു പോയ ഞാൻ ഇവൾ ഒരേ സമയം തിരികെ ഇങ്ങോട്ട് കയറി വന്നു. ഇവൾ ഓട്ടോയിലും ഞാൻ എൻ്റെ ബൈക്കിലും. നീ എവിടെ പോയതാടി എന്നോട് ചോദിക്കാതെ? അയ്യോ ദീപു, എൻ്റെ മൊബൈൽ ഫോണിൻ്റെ കവറൊന്ന് പൊട്ടി, അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ പോയതാ. അവളോടെ മൊബൈൽ ഫോണും. പല പ്രാവശ്യമായിട്ട് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ ഒരു തരികടയുണ്ട്. നീ ഇവനും ഒരേ കോളേജിലല്ലയോടി പഠിച്ചത്? മാറി വാൻസില, എന്താടി ചോദിച്ചത് കേട്ടില്ലേ? ഒന്നും മിണ്ടാതെ നിൽക്കുക രാജുവും നന്ദനി. എന്താടാ ദീപക്കെന്ന് ചോദിച്ചോണ്ട് അമ്പിക അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, ഇവളെ ഞാൻ പല പ്രാവശ്യമായിട്ട് നോട്ട് ചെയ്യുക, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. രാജുവിനെയും നന്ദനെയും അമ്പികയും നല്ലോണം സൂക്ഷിച്ച് നോക്കിയിട്ട് നന്ദനയോട് പറഞ്ഞു, നന്ദനെ അകത്ത് പോ. അപ്പം നന്ദനയും അങ്ങ് പോയി, രാജുവും പോയി. പെട്ടെന്ന് അമ്പിക ദീപക്കിനോട് പറയാം, ഡാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും രാജു നമ്മുടെ ശത്രുവാ. പക്ഷേ കണ്ട പെണ്ണുങ്ങളുടെ പുറകെ കറങ്ങി നടക്കുന്നവനല്ലവൻ, അത് നീ മനസ്സിലാക്കിക്കോ. ഭാര്യയെ വെറുതെ സംശയിക്കരുത്. നിനക്കാവുമ്പം പിന്നെ അതിൻ്റെ കാര്യവും കൂടും. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അംബികയുടെ പൊന്നുമോൻ തനി തങ്കമാണെന്ന് അംബികയ്ക്കും അറിയാമല്ലോ. നീ വേഗം റെഡിയാകും, നമുക്കൊരു സ്ഥലം വരെ പോകണം. അതെവിടേക്കാ? അതൊക്കെ ഞാൻ പറയാം, നീ പോയി റെഡിയായിട്ട് വാ. ഇവക്ക് അങ്ങനെ റെഡിയാകാനായിട്ട് അകത്തോട്ട് പോവുക. പത്മയുടെ മടിയിൽ തലവെച്ച് ഋതിക ഇങ്ങനെ എന്തൊക്കെയോ ഓർത്ത് കരയുന്നുണ്ട്. പത്മ പറയും, എന്താന്ന് വെച്ചാൽ എന്നോട് പറ മോളെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ടാണല്ലോ ഇരിക്കുന്നത്. ഒന്നുമില്ലമ്മേ, ഒന്നുമില്ലെന്ന മോളെ നീ പറയുന്നത് വെറും നുണയാ. ഞാൻ നിന്റെ അമ്മയല്ലേ, എന്നോട് നീ ഇങ്ങനെ നുണ പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകില്ലേ? പത്മയുടെ മടിയിൽ കിടന്ന് കരയുന്ന ഋതുയെ കണ്ടോണ്ടാണ് രാജു അങ്ങോട്ട് ഓടി വരുന്നത്. ഋതു, നീ കണ്ടതൊന്നും സത്യമല്ല, എല്ലാം ചീറ്റിങ്ങാണ്. നീ കേൾക്കണം ഋതു, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. രാജു, ഞാൻ നേരിൽ കണ്ടത് എങ്ങനെ തെറ്റിദ്ധാരണയാകും? ഇതല്ലേ ഋതികെ നിന്റെ അച്ഛനും നേരിൽ കണ്ടത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നിന്റെ അമ്മേ. അംബിക കാണിച്ചു കൊടുത്ത ആ കൊള്ളരുതായ്മയല്ലേ നിന്റെ അച്ഛൻ വിശ്വസിച്ചത്, അതേ പാത തന്നെയല്ലേ നീയും പോകുന്നത്. ഋതു, അമ്മയുടെ നിൽക്കുമല്ലേ, അമ്മയുടെ മുന്നിൽ വെച്ച് നമുക്കെല്ലാം തുറന്നു പറഞ്ഞ് ഈ തെറ്റിദ്ധാരണ ഇവിടെ വെച്ച് മാറ്റാം. ഇല്ല രാജു, അതൊന്നും ഇനി മാറില്ല, അതിനൊന്നിനും ശ്രമിക്കുകയും വേണ്ട. എന്താ മക്കളെ ഇത്? കുറച്ച് ദിവസം കൊണ്ട് ഞാനും നിങ്ങളെ നോക്കുക. എന്ത് തെറ്റിദ്ധാരണയുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞത് മാറ്റ്. ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്ന് അത് പിന്നീടൊരു വലിയ വഴക്കാക്കി നിങ്ങൾ മാറ്റരുത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനായിരിക്കും നിങ്ങൾ പിണങ്ങുന്നത്. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരു കളങ്കമില്ലാത്ത പിള്ളേരാ. പോരാഞ്ഞിട്ട് ഇവിടാണെങ്കിൽ 100,000 പ്രശ്നങ്ങളും ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുകൂടെ ഇങ്ങനെ പിണങ്ങല്ലേ മക്കളെ. രാജു പറയുന്നത് മോളെന്ന് കേക്ക്. നിങ്ങൾ രണ്ടുപേരും തുറന്നൊന്ന് സംസാരിക്കുക. വേണ്ടമ്മേ, അതൊരു വലിയ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. എനിക്കത് പിന്നെ താങ്ങാനാവില്ല. കരഞ്ഞുകൊണ്ട് ഋതിക പറയാം, രാജു എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുറച്ചു നേരം ഒന്ന് ഇരുന്നോട്ടെ. എന്നിട്ടും ആ പൊട്ടൻ രാജു ആ ഉണ്ടായ സംഭവം പത്മാവതിയോട് പോലും പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. രാജി വിഷമത്തോടിങ്ങനെ ഋതികയെ നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുക. ദീപക്കും അംബികയും കൂടെ സംയുക്തയെ കാണാൻ വന്നിരിക്കുക. എന്താ സംയുക്ത നീ ഇങ്ങനൊക്കെ? നീ കുറച്ചുകൂടെ ഒന്ന് ഉഷാറാക്. ദീപക്കും പറയാം, കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവുക ചേച്ചി. എന്താടാ നീ വിളിച്ചത്? ചേച്ചിയോ വല്യമ്മായിയാടാ? ഭാവിയിൽ വല്യമ്മാവിയാകാൻ പോകുന്നവളെ പോയി ആരെങ്കിലും ചേച്ചി എന്ന് വിളിക്കുവോടാ? അയ്യോ സോറി വല്യമ്മായി. അംബിക സംയുക്തയോട് പറയാം, സംയുക്തേ നീ വലതുകാല് വെച്ച് ഞങ്ങളുടെ വീട്ടിലോട്ടൊരു നവവധുവായിട്ട് കയറി വരാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും തെളിഞ്ഞു വരുക. പക്ഷെ നിന്റെ മുഖത്ത് മാത്രം ഒരു തെളിച്ചമില്ല. സംയുക്ത, നിന്റെ ഈ പട്ടിണിയും പരാധീനതകൾക്കൊന്ന് മാറണ്ടേ? നിനക്കും ഒരു സമ്പന്നയാകണ്ടേ? അങ്ങനെ ഒന്നും വേണ്ട ചേച്ചി, അങ്ങനെയുള്ളൊരു സ്വപ്നങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. എന്താടി നീ പറയുന്നത്? വേണ്ട, എനിക്കും എൻ്റെ മോനുമേ ഈ കാണുന്നതല്ലാതെ മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. നീ എൻ്റെ മോനെ കണ്ടോ? എന്നെപ്പോലെ അല്ല ഇവൻ, വെട്ടെന്നാ തുണ്ട് രണ്ടാ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും നീ ഞങ്ങളെ കൊണ്ട് എത്തിക്കരുത്. എടാ ദീപക്കെ, നിന്റെ വല്യമ്മായിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കടാ. അമ്മായിക്ക് വല്യമ്മാവൻ്റെ ഭാര്യയാകാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. പക്ഷെ മറ്റൊരു കാര്യം ഞങ്ങൾ ചോദിക്കാം, അമ്മായിക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നാടകം കളിച്ചുകൂടെ? അയ്യോ അഡ്ജസ്റ്റ്മെൻറ്റ് നാടകമോ? അതെന്തോന്നാ നിങ്ങളീ പറയുന്നത്? എടാ ഒന്ന് പറഞ്ഞു കൊടുക്കടാ, ഇവയ്ക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അതായത് എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻസ് എല്ലാം വല്യമ്മായിക്ക് അറിയാമല്ലോ. എൻ്റെ വല്യമ്മാവനെ ചതിച്ച് വല്യമ്മാവൻ്റെ ജീവിതം കുളം തോണ്ടിയ പത്മാവതി എന്ന ആ കുരിശ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുക. അവരെ അവിടെ ഓടിക്കാനാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നാടകം. വല്യമ്മാവനാണെങ്കിൽ നിങ്ങളെ പെങ്ങളെ പോലാണെന്ന് തോന്നും. നിങ്ങൾക്കാണെങ്കിലോ വല്യമ്മാവനെ മൂത്താങ്ങളെയാണെന്ന് പോലും. നിങ്ങൾ മൂത്താങ്ങളെയോ കൊച്ചുപെങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷേ പത്മാവതി അവിടെ ഓടിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ട് അഭിനയിക്കണം. എങ്ങനെയുണ്ട് സംയുക്ത ഞങ്ങളുടെ ഐഡിയ? നിങ്ങൾ കുഞ്ഞു പെങ്ങളെയും ആങ്ങളെയൊക്കെയാ, പക്ഷേ വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും. നല്ലതുപോലെ നീ ആലോചിക്ക്, ഏതെങ്കിലും ഒന്ന് നീ സമ്മതിച്ചേ പറ്റൂ. ദേഷ്യത്തോടെ അംബിക പറയാം, ഇനി നിന്നോട് ഭീഷണിയൊന്നുമില്ല, ചെയ്യാനുള്ളത് എന്തായാലും ഞങ്ങൾ അങ്ങ് ചെയ്യും. മനസ്സിലായോടി നിനക്ക്? ആ അംബികയും ദീപക്കും വന്നപ്പോൾ ഈ സംയുക്തയുടെ കയ്യിലൊരു ഫോണുണ്ടായിരുന്നു.
ഈ പൊട്ടിക്ക് ആ പറയുന്നതൊക്കെ അവക്കൊന്ന് റെക്കോർഡ് ചെയ്ത് കൂടായിരുന്നോ? സംയുക്ത അവിടെ ഒന്ന് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. പക്ഷേ ഈ സംയുക്ത ഇങ്ങനെ കരയുന്നെങ്കിൽ അവൾക്ക് യാതൊരു തൻ്റെയിടവും ഇല്ല. ഇവൾക്ക് അതെല്ലാം പ്രതാപനോട് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇയാൾ അവസാനം അംബികയ്ക്ക് വേണ്ടി ഇതും ഇതിനപ്പുറവും ചെയ്യും. പ്രതാപൻ ഇങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു ന്യൂസ് കാണിക്കുന്നുണ്ട്. പത്മയും പ്രതാപനും കൂടെ കല്യാണം നടന്ന രംഗം. മുൻ മന്ത്രി പ്രതാപവർമ്മയും ഭാര്യയും കൂടെ പിരിഞ്ഞെങ്കിലും അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നായി എന്നൊക്കെയുള്ള ന്യൂസാണ് പറയുന്നത്. ആ സമയത്ത് രാജു പ്രതാപൻ്റെ മുറിയിലോട്ട് കയറി വരുന്നുണ്ട്. പ്രതാപൻ രാജുവിനോട് പറയാം, ഈ ന്യൂസുകാർക്കൊന്നും എന്നെ വിടാൻ പ്ലാനില്ല, എൻ്റെ ഭാര്യ തിരിച്ചെത്തിയെന്നുള്ള വരെ വാർത്ത. രാജു പറയുക, സാർ അത് കണ്ട് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഭാര്യ തിരിച്ചെത്തിയെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, വേറെ അപവാദമൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ ഇതൊരു അപവാദമല്ലേ രാജു? വിട്ടുകള സാറ്, ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനേ നേരം ഉണ്ടാവൂ. സാറിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഓർത്ത് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. സാർ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് ആക്റ്റീവ് ആവും. എനിക്ക് പലതരം മാനസിക പ്രശ്നമാണ് രാജു. മനസ്സ് നേരെ നിൽക്കുന്നില്ല. 10-40 വർഷത്തെ ബന്ധങ്ങളാ ഞാനും വേണുവേട്ടനും തമ്മിൽ. ആ വേണുവേട്ടനോട് വരെ ഞാൻ പിണങ്ങിയില്ലേ? അതൊന്നും സാരമില്ല, അച്ഛൻ അതൊന്നും മനസ്സിൽ വെക്കാറുമില്ല. അല്ലെങ്കിൽ നീ ഒരു നാണം കെട്ടവനാടാ രാജു. സ്വന്തം അച്ഛനെ അപമാനിച്ചിട്ടും അതൊന്നും സാരമില്ലെന്ന് പറയുന്ന ഇവനെ ഇതിനപ്പുറവും വരണം. അച്ഛൻ അതൊക്കെ അപ്പോഴേ മറന്നു കാണും. അങ്ങനെ അല്ല രാജു, എനിക്ക് വേണുവേട്ടനെ നേരിപ്പോയി കണ്ട് മാപ്പി ചോദിക്കണം. സാർ ഈ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറ്റി പുറത്തോട്ട് ഇറങ്ങ്. പാർട്ടി ഓഫീസിലോട്ട് പോയിട്ട് എത്ര നാളായി? ആ സമയത്ത് പ്രതാപനൊരു ഫോൺ കോൾ വരുന്നതുകൊണ്ട് രാജു അങ്ങ് പുറത്തുപോയി. പത്മയാണെങ്കിൽ ഋതുവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അവിടെയൊക്കെ തിരക്കി നടക്കുക. ഋതിക അന്വേഷിച്ച് പത്മാവതി അവിടെ എല്ലാം നടക്കുക. അപ്പോഴൊരു ഭാഗത്ത് ദൂരെ ഒളിഞ്ഞു നിന്ന് ഋതിക പച്ചമാങ്ങ തിന്നുന്നുണ്ട്. അത് കണ്ടപ്പോൾ പത്മയ്ക്ക് മനസ്സിലൊരു സന്തോഷം. പതുക്കെ പത്മ അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും അറിയാത്തോളെ പോലെ, നീ എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ മോൾ. ഒന്നുമില്ലമ്മേ. പെട്ടെന്ന് പത്മാവതി ഋതിയെ പുറകിൽ മറച്ചു വെച്ചിരുന്ന ആ മാങ്ങ അങ്ങ് തട്ടിപ്പറിച്ചെടുത്തിട്ട്, ഇതെന്താ? അയ്യോ അത് മാങ്ങ. അമ്മയോട് സത്യം പറയണം, അത് നേരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഋതിക നാണത്തോടങ്ങ് ചിരിക്കുക. പെറ്റമ്മയോട് നീ കള്ളം പറയുന്നു എന്നും പറഞ്ഞ് ഋതിയോടെ ചെള്ളയ്ക്ക് സ്നേഹത്തോടിങ്ങനെ തലോടുവാണ് പത്മ. സന്തോഷം കൊണ്ട് പത്മ മോളെ കെട്ടിപ്പിടിച്ച് ഒരുപാട് മുത്തം കൊടുക്കുന്നു. മോളി സന്തോഷ വാർത്ത രാജുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല. അതെന്താ മോള് പറയാത്ത? ഞാൻ പറയുന്നില്ല. മോള് തന്നെ അവനോട് പറയണം. ഞാൻ പറയാനായിട്ട് ഓടിപ്പിടച്ച് ചെന്നതമ്മേ. അപ്പോൾ പിന്നെ എന്നും പറഞ്ഞ് ഋതിയെ നിർത്തിയിട്ട്, പിന്നെ എനിക്കത് മനസ്സിലായി, വേണ്ടാന്ന്. അമ്മ എന്നെ നിർബന്ധിക്കരുത് രാജുവിനോട് പറയാൻ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഋതിക അവിടെ നിന്ന് ഓടിപ്പോയി. പത്മാവതി എന്തായിരിക്കും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക? ആലോചിച്ച് നിൽക്കാതെ പത്മാവതി നീ നേരിട്ട് ചെന്ന് ആ രാജുവിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്ക്. ഈവക്ക് വലിയ സന്തോഷത്തോടെ ഇന്നെങ്കിലും നന്ദനയോടൊത്ത് കഴിയാമെന്ന് പ്രതീക്ഷിച്ച് ദേഹം മുഴുക്കിയുള്ള സ്പ്രേ ഒക്കെ അടിക്കുന്നു, റൂമിലൊക്കെ അടിക്കുന്നു. ഇന്ന് അവൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാനൊരു കാപാലികനായിട്ടങ്ങ് മാറും. അവൾ ഇങ്ങോട്ട് വരട്ടെ, ഈ മുറി മുഴുവൻ സുഗന്ധം പരക്കട്ടെ. അങ്ങനെ റൂം ഫുള്ളിങ്ങനെ സ്പ്രേ അടിച്ചു വിടുക. ഇനിയൊരു റൊമാൻറ്റിക് സോങ് കൂടെ അങ്ങോട്ട് വെക്കാം എന്നും പറഞ്ഞൊരു പാട്ടൊക്കെ അങ്ങോട്ട് വെക്കുന്നുണ്ട്. നന്ദന നല്ല നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട്. നന്ദനയ്ക്ക് നല്ലതുപോലെ അറിയാൻ ദീപക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന്. ഇന്നും അവൾ അവനെ ഉറക്കാനുള്ള ഉറക്കഗുളിയെ പാലിൽ കലർത്തിയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. എന്തൊരു സുഗന്ധമല്ലേ ദീപു? എന്തിനാ ഇങ്ങനെ വില കൂടിയ പെർഫ്യൂമൊക്കെ ഇങ്ങനെ എയറിലടിച്ച് നശിപ്പിക്കുന്നേ? എയർ ഫ്രഷ്നർ അടിച്ചാൽ പോരെ? അത് നന്ദു, ഇതുവരെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് നൈറ്റിൽ ഉറങ്ങിപ്പോയി, അതങ്ങനെ അലമ്പുമായിപ്പോയി. ഇന്ന് നന്ദന എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ. അതിനെന്താ ദീപു? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കല്ലോ. ദീപു ആദ്യം പാല് കുടിക്കുക. എന്നാൽ പകുതി പാല് ഞാൻ കുടിച്ചിട്ട് പകുതി നന്ദുവിനുണ്ട. അയ്യോ അത് വേണ്ട, ഞാൻ കിച്ചണിൽ നിന്ന് 1.5 ഗ്ലാസ് പാല് കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ അംബികയുടെ ആ മന്ദബുദ്ധി മകൻ ആ പാല് വാങ്ങിച്ച് മുഴുക്ക കുടിക്കുന്നുണ്ട്. നന്ദന മനസ്സിൽ പറ, നീ ഇന്നിങ്ങനെയുള്ള വിളച്ചിലും കൊണ്ട് വരുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായടാ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ആവശ്യത്തിന് ഉറക്ക ഗുളിക കലർത്തിയിട്ടുണ്ട്. ദീപു ഇനി ഇവിടെ ഇരുന്നേ, ഞാൻ സമാധാനത്തിനൊരു കാര്യം പറയട്ടെ. എന്താ നന്ദു, ഈ ചിറ്റൂർ നാരായണ പിഷാരടി എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്കൊരു പിഷാരടി അറിയില്ല. നന്ദു ഇങ്ങോട്ട് പോയി കട്ടിലിരിക്കുക. അതൊക്കെ ഞാൻ ഇരിക്കാൻ ദീപു, ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേക്ക്. നീ ഇങ്ങനെ ഓരോ ഉടായ്പ് പറഞ്ഞ് എന്നെ മയക്കാനാണ് പ്ലാനെങ്കിലേ നീ എൻ്റെ തനി സ്വഭാവം കാണുവേ. അയ്യോ ഞാൻ പറയുന്ന കേൾക്കാനുള്ള സന്മനസ്സൊന്ന് കാണിക്കു ദീപു. പറ, നീ എന്താന്ന് വെച്ചാൽ പറ. ഈ നാരായണ പിഷാരടിയെ ഒരു പ്രശസ്തനായ ജ്യോത്സ്യനാ. അങ്ങേരെൻ്റെ ജാതകം നോക്കി ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞിരുന്നു? കല്യാണം നടത്തിക്കോ, പക്ഷെ ശാന്തി മുഹൂർത്തം വേണ്ടാന്നല്ലേ? അയ്യോ അങ്ങനെയല്ല ദീപു, കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞേ ശാന്തി മുഹൂർത്തം ആകാവുള്ളെന്ന്. ആ മന്ദബുദ്ധി ദീപക് അത് കേട്ടിങ്ങനെ വായും പൊളന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്,
പല പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ ഇവൻ. ആ ദിവ്യയും കുഞ്ഞിനെയും മനസാക്ഷിയില്ലാതെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അവരെ പല പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചതല്ലേ അവനും അവൻ്റെ അമ്മയും. അപ്പോൾ ഇതും ഇതിനപ്പുറം ഇവൻ അനുഭവിക്കണം. പക്ഷേ ഈ നന്ദന ആരാണെന്നും അവൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നതെന്നും ക്രബുദ്ധിയായ അംബികയ്ക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ പ്രതാപൻ്റെ കാര്യം പറയണോ? നന്ദനെപ്പോലൊരു നല്ല പെൺകുട്ടി വേറെ എങ്ങും കാണില്ല. ഇവൾ കയറി വന്നത് ഈ വീടിൻ്റെ ഐശ്വര്യമാണ്. ഇതുപോലെ ഇരിക്കണം എല്ലാ പെണ്ണുങ്ങളും എന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്തുന്ന പ്രതാപന് നന്ദനെ ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നന്ദന കൊടുക്കാനുള്ള പണി പ്രതാപന് കൊടുത്തിരിക്കും. ഇനി നന്ദനെക്കുറിച്ചറിയാവുന്ന രാജുവോ, അവൻ അതിനേക്കാളും കഷ്ടം. രാജു നന്ദനെക്കുറിച്ചറിയാവുന്ന സത്യങ്ങളൊക്കെ പത്മാവതിയോടോ പ്രതാപനോടോ ഋതികയോടോ ആരോടോട്ട് പറയത്തതുമില്ല. ഇല്ലെങ്കിൽ ആ ദീപക്കിനോടും അംബികയോടെങ്കിലും അങ്ങ് തുറന്നു പറ. അതോടുകൂടി നന്ദനയുടെ അവിടുത്തെ സുഖവാസം അങ്ങ് അവസാനിക്കുമല്ലോ. പക്ഷെ അത് രാജുവും ചെയ്യില്ല. അപ്പോൾ ഇനി എന്താണ് ഇനി ഋതികയുടെ പ്രഗ്നൻസിയും അതെങ്ങനെ രാജുവിനോട് ആര് പറയും? പത്മാവതി തന്നെ പറയേണ്ടി വരും. പക്ഷേ ഋതിക പ്രതാപൻ്റെ ആ പാതയിൽ കൂടെയാണ് പോകുന്നത്. അതിന് പത്മാവതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഋതികയ്ക്ക് ആ സംശയം മാറത്തുള്ളൂ. ഇനി എന്തായിരിക്കും അടുത്ത് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.